ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നാക്കിന്റെ വിലയെ പറ്റിയുള്ള ഒരു ഗുണപാഠ കഥയാണ് പഠിക്കാൻ പോകുന്നത്. അങ്ങ് ദൂരെ ഒരു കാട്ടിൽ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിലെ രാജാവായിരുന്നു നമ്മുടെ സിംഹം. നമ്മുടെ സിംഹരാജാവിന്റെ പേരാണ് ഷെയർഖാൻ. ഇന്ന് നമ്മുടെ സിംഹരാജാവിന്റെ പിറന്നാളാണ്. അതുകൊണ്ട് സിംഹരാജാവ് കാട്ടിലെ മന്ത്രിയായ കടുവയെ തന്റെ അടുക്കലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു തന്റെ പിറന്നാൾ സമ്മാനമായി കൊണ്ടുവരണമെന്ന്. കടുവ ഉത്തരവ് പോലെ എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്നിറങ്ങി. എന്താണ് ലോകത്തിലെ ഇത്ര വിലയേറിയ വസ്തു? കടുവ കുറെ ചിന്തിച്ചു. സ്വർണമാണോ, വജ്രമാണോ, അതോ വൈഡൂര്യങ്ങളാണോ? കടുവയ്ക്ക് ഒരു തിരിവാടും കിട്ടുന്നില്ല. ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു ഇന്ന് രാജാവിന്റെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ തന്റെ തല പോകുമെന്ന് കടുവയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ വിലയേറിയ വസ്തു എന്താണെന്ന് കടുവയ്ക്ക് അറിയണമായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ കാട്ടിലെ ഏറ്റവും പ്രായമേറിയ ആമയെ പോയി കാണാൻ കടുവ തീരുമാനിച്ചു. ആമയുടെ അടുത്തെത്തി കടുവ തന്റെ കാര്യം പറഞ്ഞു. എന്നാലോ ആമയ്ക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുമില്ല. കടുവ ആമയുടെ അടുക്കിൽ നിന്ന് ഇറങ്ങി കാട്ടിലെ ഏറ്റവും വലിയ മൃഗമായ ആനയുടെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. എന്നാലോ ആനയ്ക്കും ഒന്നും അറിയത്തില്ല. കടുവ അവിടുന്ന് നേരെ നീളം കൂടിയ ജിറാഫിന്റെ അടുത്ത് ചെന്നും കാര്യം പറഞ്ഞു. എന്നാലോ ജിറാഫിനും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ മന്ത്രിയായ കടുവ കാട്ടിലെ മറ്റു മൃഗങ്ങളായ മാനിനോടും കുരങ്ങച്ചനോടും അവസാനം ഉറുമ്പിനോട് വരെ ചോദിക്കേണ്ടി വന്നു. പക്ഷേ ആർക്കും കടുവയെ സഹായിക്കാനായില്ല. കടുവയ്ക്ക് വളരെ വിഷമമായി. സമ്മാനം കൊടുത്തില്ലെങ്കിൽ തന്റെ തല പോകുമെന്നുള്ള കാര്യം ഓർത്തപ്പോൾ കടുവ കാടും മലയും പുഴയുമെല്ലാം താണ്ടി അന്വേഷണം തുടർന്നു. എവിടെ പോയിട്ടും ആ വിലയേറിയ വസ്തു എന്താണെന്ന് കടുവയ്ക്ക് അറിയാനും സാധിച്ചില്ല. ആരും കടുവയെ സഹായിച്ചതുമില്ല. അവസാനം കടുവ ഒരു ഗുഹയിൽ വിശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴതാ ആ ഗുഹയിൽ ഒരു മഹർഷി തപസ്സിരിക്കുന്നു. കടുവ മഹർഷിയെ പോയി കണ്ട് തന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. മഹർഷി കടുവയുടെ കയ്യിൽ ഒരു സ്വർണ്ണ ബോക്സ് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലുള്ള സാധനത്തിന്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. നമ്മുടെ മന്ത്രിയായ കടുവ അതീവ സന്തുഷ്ടനായി കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്ന് തന്റെ കയ്യിലുള്ള സമ്മാനപ്പൊതി രാജാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. രാജാവ് ആ സമ്മാനപ്പൊതി ആശ്ചര്യത്തോടെ തുറന്നു നോക്കുമ്പോഴതാ അതിന്റെ ഉള്ളിലൊരു നാക്ക്. രാജാവിനത് കണ്ടപ്പോൾ അതിയായ കോപമുണ്ടായി. നീ എന്നെ കളിയാക്കുന്നോ? ആരവരെ ഇവന്റെ തലവെട്ടു എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കടുവ പറഞ്ഞു, പ്രഭോ, ഈ ലോകത്തിലുള്ള ഏറ്റവും വിലയേറിയ വസ്തു നമ്മുടെ നാക്ക് തന്നെയാണ്. നമ്മളെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കാനും മറ്റുള്ളവരെ പ്രശംസിക്കാനുമെല്ലാം നമ്മൾ ഈ നാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു നമ്മുടെ നാക്ക് തന്നെയല്ലേ? കടുവയുടെ വാക്ക് കേട്ടപ്പോൾ രാജാവിനത് ശരിയാണെന്ന് തോന്നി. ഉടനടി രാജാവ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തു എനിക്കിപ്പോൾ എന്റെ കയ്യിൽ കിട്ടണമെന്ന്. ഉത്തരവ് പ്രഭോ എന്ന് പറഞ്ഞ് കടുവ കൊട്ടാരത്തിൽ നിന്നിറങ്ങി നേരെ മഹർഷിയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് മഹർഷിയോട്, രാജാവ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തു തനിക്ക് വേണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. മഹർഷി അപ്പോൾ മുന്നേ കൊടുത്തതുപോലത്തെ ഒരു സ്വർണ്ണ ബോക്സ് കടുവയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിന്റെ ദോഷഫലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. കടുവ ആ ബോക്സുമായി നേരെ കൊട്ടാരത്തിൽ വന്ന് രാജാവിന്റെ കയ്യിലേൽപ്പിച്ചു. എന്താണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തു എന്നറിയാൻ രാജാവ് ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതാ അതിലും ഒരു നാക്ക്. രാജാവ് വളരെ കോപിതനായി. ആരവരെ ഇവനെ പിടിച്ച് തുറങ്കിലടയ്ക്കൂ? അതുകേട്ട ഭടന്മാരെല്ലാവരും കൂടെ മന്ത്രിയായ കടുവയെ പിടിച്ച് തുറങ്കിലടച്ചു. അപ്പോഴാണ് മന്ത്രി പറയുന്നത്, പ്രഭു, ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തുവും നമ്മുടെ നാക്കു തന്നെയാണ്. മറ്റുള്ളവരെ താഴ്ത്താനും മോശമായ കാര്യങ്ങൾ പറയാനും നമ്മൾ ഈ നാക്കു തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് കേട്ടപ്പോൾ രാജാവിനത് ശരിയാണെന്ന് തോന്നി. രാജാവിന് അതിയായ സന്തോഷം തോന്നി. രാജാവ് പറഞ്ഞു, ശരിയാണ്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല വസ്തുവും ഏറ്റവും വൃത്തികെട്ട വസ്തുവും നമ്മുടെ നാക്കു തന്നെയാണ്. സിംഹരാജാവ് മന്ത്രിയായ കടുവയെ തന്റെ അടുക്കൽ വിളിപ്പിച്ച് ഒട്ടനേകം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകി.